ആദ്യത്തെ ലോകത്തിലെ ഒരു ആദ്യത്തെ ആളായിരിക്കും അത് വിജയത്തിന്റെ തുടക്കം. ഹലോ, ഭാര്യ വീട്ടില് ആദ്യത്തെ ദിവസം ഇന്ന് തന്നെ എനിക്ക് ഭാര്യ നല്ലൊരു പണി തന്നിട്ടുണ്ട്. അത് ഞാൻ ഉറങ്ങായിരുന്നു. ഭാര്യയ്ക്ക് ഇത് വേണ്ടല്ലേ, ക്ലീശയാണല്ലേ, ശിങ്കുവിൻ്റെ ഫ്രണ്ടിനും ആയിഷയ്ക്കും. പിന്നെ ഇവിടെ ഇന്ന് വർക്കാണ്, നൈറ്റ് ഡ്യൂട്ടി ആണ്, നൈറ്റ് ഷിഫ്റ്റ് ആണ്. നൈറ്റ് ഡ്യൂട്ടി അല്ലേ? നൈറ്റ് ഷിഫ്റ്റ് ആണ് ഹോസ്പിറ്റലിൽ. അതായത് ഇവര് മെഡിസിന് പഠിക്കുന്ന കുട്ടികളാണ്. ഇനി ഫൈനൽ ഇയർ ആണ് കേട്ടോ. അപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ചെയ്യണം. അപ്പോൾ ഇന്റേൺഷിപ്പിന് പോവാണ്. അപ്പം ഇത്ര ദിവസം ഇന്റേൺഷിപ്പ് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് അതിൻ്റെ ദിവസമാണ്. അപ്പോൾ അവരങ്ങോട്ട് പോവാണ്. ഇന്നലെയാണ് കല്യാണം കഴിഞ്ഞ്, ഇന്ന് നൈറ്റ് ഇവിടെ പിന്നെ ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഇവരെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് ശിങ്കു ഉണ്ടാവില്ല. ശിങ്കു ഫുൾ ഹോസ്പിറ്റൽ. എത്ര മണിക്ക് വരുമായിരിക്കും? 5:30 ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ലേറ്റ് ആയി. വെളുപ്പിന് തരും. ഫുഡോ കൊണ്ടുതരണം. ഇവിടെ അടുത്തല്ലേ വീടിന്റെ? ആക്ച്വലി ലൈക്ക് ഒരു 3 കിലോമീറ്റേഴ്സ് ഉണ്ടാവില്ലേ വീട്ടിൽ നിന്ന്? 3 or 4 അത്രേ ഉള്ളൂ. അപ്പം ഓൾറെഡി 5:30. അതായത് ഈ വണ്ടിന്റെ കീ കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഇവര് എനിക്ക് പിന്നെ മരുമോൻ വന്നിട്ട് ചെക്കന്മാരെല്ലാവരും കൂടി പണിയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ് എല്ലാ സംഭവം. ഞാൻ ബാഗിന്റെ സൈഡിൽ വെച്ചത് മതി, അതൊന്നില്ല. സാരല്ല. അപ്പൊ ഇനി എന്തായാലും രണ്ടാളും ഇന്റേൺഷിപ്പിന് പോവാണ്. പോയിട്ട് വരും. കാരണം ഇന്ന് നൈറ്റ് പോയാലേ നമുക്ക് നാളെ വയനാട്ടിലോട്ട് പോകണം. നമ്മളെ കല്യാണം ആഗസ്റ്റ് 4 അവിടെ പരിപാടി എടുക്കണമല്ലോ. അപ്പം പെട്ടെന്ന് ഇവിടെ നിന്ന് തീർത്തിട്ട് വേണം അങ്ങോട്ട് എത്താൻ. ആഗസ്റ്റ് 4 1, 2, 3, 4 ഈ വീഡിയോ വരുമ്പോഴത്തേനും ചിലപ്പോൾ ടൈം എടുക്കും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഇതല്ലേ ഇവിടെ ഇറക്കിയാ പറയാ നിങ്ങളെ ക്യാമറ തരും. ക്യാമറ തരും. ഇറങ്ങിക്കോളൂ. ഡോക്ടർ ഇതൊക്കെ അത് ഞാൻ തരാം. ഡോക്ടറെ കോട്ടൊക്കെ ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ബൈ. രാത്രി ഫുഡായിട്ട് വരാം. ഓക്കെ, ടാറ്റ. മിസ് ചെയ്യുമ്പോ വരാം. പിന്നെ ഹോസ്പിറ്റലിൽ മിസ് ചെയ്യുമ്പോ വരാൻ പറ്റുമോ? ഇന്ന് ഞാൻ പേഷ്യന്റ് ആയിട്ട് വരട്ടെ ഇവിടെ? പേഷ്യന്റ് ആയിട്ട് ഇവിടെ വരികയാണെങ്കിൽ ഇന്ന് എനിക്ക് ഇവിടെ കിടക്കാലോ, കാഷ്വാലിറ്റിയിൽ കിടക്കാല്ലേ? ഓക്കെ, എന്നാ ശരി. അതെ കഴിച്ച് 2 എണ്ണം കയറി പോന്നു. സൂട്ടെല്ലാം ഇട്ട് കയറി പോണം. ടാറ്റ. ആദ്യരാത്രികൾ ആഘോഷിക്കേണ്ട നമ്മൾ ഹോസ്പിറ്റലിൽ ഇവിടെ ആക്കിയിട്ട് ഞാൻ പോവുകയാണ്. ശരി, എന്നാല് വീട്ടിൽ വന്നിട്ടാ ഞാൻ അവളെ ഹോസ്പിറ്റലിലാക്കി. വീട്ടിൽ വന്നപ്പം എന്താ എന്നെ ഇത് നമ്പറൊന്നും കാണിക്കുന്നില്ല. എന്നെ കുറിച്ച് അന്വേഷിച്ചതാണ് കല്യാണത്തിന് മുന്നേ. ചെക്കൻ എങ്ങനെയുണ്ട്? പിന്നെ നല്ല ചെക്കനാന്നാ പറഞ്ഞോ. ഒരു അന്വേഷിച്ചിടത്തോളം യൂട്യൂബ് ബ്ലോഗറാണ്. പിന്നെ കുടുംബമൊക്കെ നല്ല കുടുംബാണ്. 2 ആണും 1 പെണ്ണാണ്. ഓളെ കെട്ടിച്ചത് ഇവര് ഞാൻ ഇപ്പൊ അന്വേഷിച്ചു ഒരു കുടുംബത്തിലാ. അപ്പൊ ഒരു നല്ല ടീമാണെന്നാ പറഞ്ഞ. കുടുംബം ആദ്യം കല്യാണം കഴിഞ്ഞപ്പം എനിക്കെല്ലാം കാണിച്ചു തരാണ്. അതായത് ചെക്കനെ കുറിച്ച് അന്വേഷിച്ചു. എത്ര പേരെടുത്ത് അന്വേഷിച്ചു? ഓഹോ, കൊറേ പേരെടുത്ത് അന്വേഷിച്ചിട്ടാ.
അല്ല എനിക്ക് എന്നെ കുറെ പേര് വിളിച്ച് ഫ്രണ്ട്സ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നെ അറിയുന്നവര് എന്നെ വിളിച്ചിട്ട് വരും നല്ലത് പറഞ്ഞിട്ട് കിട്ടാന്നറിയാം. മിനാജിന്റെ കാര്യം ഞാൻ പിന്നെ അറിഞ്ഞു, മിനാജിന്റെ വീട് ഇവിടെയാണെന്ന്. അതായത് ശരി മൂപ്പുറം മോൻ. ഇതൊക്കെയാണ് എന്റെ അളിയന്മാരാണോ നിങ്ങള്? ഇത് അളിയന്മാര്. ഇത് അംജദ് അല്ലല്ലോ, സോറി അജുമല്. വേറെന്തായിരുന്നു വിളിച്ചോണ്ടിരുന്നേ? അജു. അപ്പൊ നമ്മള് രാത്രി ഹോസ്പിറ്റലിൽ പോവാണ് ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ വെയിറ്റിംഗ് ആണ് കേട്ടോ. നല്ല മഴയുണ്ട്. ഹോസ്പിറ്റലിൽ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ ഫുഡ് മേടിച്ചിട്ട് അവർ കൊണ്ട് കൊടുക്കട്ടെ. ഇവര് എനിക്ക് മണിയറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാ? സൂപ്പർ മണിയറ. പക്ഷെ പെണ്ണെവിടെ? പിന്നെ എന്തിനാ മണിയറ? ഇവര് കഷ്ടപ്പെട്ട് മണിയറ ഉറക്കും. ഇന്നലെ ഒരുക്കി, ഇന്നും ഒരുക്കി. പക്ഷെ പെണ്ണില്ല. ഇന്നലെ ചെക്കനില്ലായിരുന്നു മണിയറ ഒരുക്കിയപ്പോ. ഇന്ന് പെണ്ണില്ല. ഇതാ ഇവനാണ് മെയിൻ ആള്. വേണ്ടടാ മണിയറ ഒരുക്കി. എവിടാ പെണ്ണവിടെ? പെണ്ണില്ല. പെണ്ണ് മാത്രല്ല. കല്യാണം കഴിച്ച ഞാനാരായി? പൊട്ടന. ഫുഡുമായിട്ട് ഹോസ്പിറ്റലിൽ വന്ന്. പക്ഷെ ഇവിടുത്തെ ഡോക്ടർ അടിപൊളിയാട്ടോ. ഇവരെ പുറത്ത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഇന്നലെ കല്യാണം കഴിഞ്ഞല്ലേ, അതുകൊണ്ട് ജസ്റ്റ് പുറത്ത് കൊണ്ടുപോയിക്കോ. അതാ വരുന്നു. ഭാവിയിലെ ഡോക്ടർമാരാണ്. ഇന്ന് എത്ര പേഷ്യൻസിന് കുത്തിവെച്ച്? റഷാണോ? നല്ല റഷാ. എത്ര പേഷ്യൻസിന് നോക്കി? 89. 2 മണിക്കൂർ കൊണ്ട് ഇത്ര നോക്കിയില്ലേ? കൊള്ളാം. എത്ര ഇഞ്ചക്ഷൻ വെച്ചു? 2 വെച്ചാ? അവരെന്തേ പറ്റിയല്ലേ? എന്നാ പോവാ. അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. അത്രയും പേരുണ്ട്. പുതിയ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പരിചയപ്പെട്ടുണ്ട്. ഇതാണ് ഡുഡു. അതായത് ചിങ്കുവിന്റെ പെങ്ങള്, ചിങ്കുറ്റു. ഇതിങ്ങനെ പോട്ടോ. ഇങ്ങനെ പോയി ഇതാ ഫുൾ ഫാമിലി ഉണ്ട്. എല്ലാരും ഒരു വ്ളോഗാന്ന് പറഞ്ഞാൽ എല്ലാരും ഇപ്പൊ നോക്കേ. അമ്മായിപ്പനോട് വ്ളോഗ്, അമ്മായിപ്പനോട് പറഞ്ഞോക്ക്. ഓ ചെക്കൻ എല്ലാരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നുണ്ടോ? പറയൂ. സെൽഫിയോ? കല്യാണ ചെക്കനും കല്യാണ പെണ്ണും. നഖം വെട്ടിയത് ഞാനും കുറ്റം പറയണ്ട. നഖം വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ വർക്ക് ഫുഡ് വന്നിട്ടുണ്ട്. പൊറോട്ടയും ചിക്കനും. ഒരു 2 പീസിടല്ലേ എല്ലാരും കൂടെ ഉണ്ടേ. മനസ്സിലായി. ഹസ്ബൻഡ് പാസം. അത് മറ്റേ കറി കുറച്ച് ചോദിച്ചോ. എല്ലാരും നല്ല അടിയാണ് കേട്ടോ. അമ്മോ ഇത് കുറച്ചുകൂടി. ഇത് ഒരു പീസ് ആർക്കും എടുക്കോ? നീ എടുത്തില്ലല്ലോ. ആ ബാക്കി കഴിക്കുമല്ലോ. എല്ലാരും തീറ്റ ആരംഭിച്ചിട്ടുണ്ട്. മൈൻഡിലിട്ടപ്പോ ആരും അത് കഴിച്ചു തീർക്കട്ടെ. കഴിക്കും. ഹലോ ഹോസ്പിറ്റലിൽ തിരിച്ചെത്തണം. വേഗം കഴിക്കും. ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചതാ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ. തിരിച്ചു എന്തോ മറന്നു. എന്താ പറഞ്ഞേ? ആ ചെരുപ്പ് പൊട്ടി. ഡുഡുവിന്റെ ചെരുപ്പ് കൊടുക്കും ഇപ്പൊ തൽക്കാലത്ത്. നമുക്ക് പുതിയ ആപ്പിളനെ ഞങ്ങൾ റൂമിലേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, ഒറ്റ പ്രശ്നമുള്ളൂ, പെണ്ണില്ല.
ബാക്കിയെല്ലാവരും മേലെ. അപ്പൊ ഞങ്ങള് പതുക്കെ ഞങ്ങള് കൊണ്ടുവരുന്നു. 12 ടൈം 12:15. മണിയറയിലോട്ട് പോകട്ടാ. ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ ആളായിരിക്കും ഞാൻ. അത് ഒരു പ്ലസ് പോയിന്റ് ആണ്. അത് വിജയത്തിന്റെ തുടക്കം. ഉസിയണ്ണില്ലാണ്ട് മണിയറയിലോട്ട് പോകുന്ന വിജയത്തിന്റെ തുടക്കം. അയ്യോ നിങ്ങളെ സമ്മതിച്ചു. ഫ്രണ്ടില്ലാണ്ട് ഇതൊക്കെ സെറ്റാക്കിയ. ഞാൻ തുറന്ന് കയറണല്ലേ? തുറന്നു കൊടുക്കും. ചെല്ല്. ഫാനിടാൻ പാടില്ലല്ലോ. എന്ത് വേണം ചെയ്തോ. അടിപൊളിയായി സത്യം. പറ 2 വാക്ക്. 2 വാക്കോ? ശിങ്കുന് മിസ് ചെയ്തു. പക്ഷെ അതല്ല, ഒരു വിജയത്തിന്റെ തുടക്കാവട്ടെ. അടിപൊളിയായിട്ട് നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ടല്ലേ നമ്മൾ മിസ് ചെയ്തത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യില്ല. ആ ലെവലിലാണ് നമ്മള്. എനിക്ക് വേണ്ടിട്ട് ഇത് LED ലൈറ്റ് ആണോ? LED ലൈറ്റ്, ശരിക്കുള്ള ഫ്ലവേഴ്സ്. ഇതിന്റെ ഇതൊക്കെ അവിടെ സെറ്റപ്പ്. ഇതാ ഒരു ചെറിയ എന്താ ക്യാൻഡിലാണോ? ഒറിജിനൽ അല്ല, മേടിക്കണ്ട. സ്പ്രേ വെച്ചിട്ടുണ്ട്. സ്പ്രേ അല്ല, ക്യാൻഡിൽ തന്നെ. അതിന്റെ കൂടെ സ്പ്രേ വെച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ള് ബലൂണും. അടിപൊളി. നമുക്ക് ഇത്രേ പറ്റുള്ളൂ. ഫാൻ ഇട്ട് കൊടുക്കുക. ഫാൻ ഇടണ്ട ഇപ്പൊ. കിടന്നോ. ഓക്കെ. അപ്പൊ സുഖനിദ്ര. ഓൾ ദി ബെസ്റ്റ്. വെറുതെ ആരോട് ചാച്ചൻ വരുന്നു. എന്റെ കൂടെ ചാച്ചൻ കിടക്കും. ഞാൻ റെഡി. ഞാൻ എപ്പോഴും റെഡി. നമുക്ക് അങ്ങനെ ഒരു എല്ലാം കുറുക്കപ്പരിക്കും ബുദ്ധിമുട്ടില്ല. അപ്പൊ യാസീൻ ഇന്ന് മധുരസ്വപ്നങ്ങളുമായി ഇന്നലെ കോഴിക്കോട് റൂട്ടായിരുന്നു. കരിപ്പെടുന്ന റൂട്ടില്. അത് പറയണം. ഇന്ന് കല്യാണം കഴിഞ്ഞ 2ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം എന്റെ ഫ്രണ്ട്സ് എന്നെ തട്ടിക്കൊണ്ടുപോയി കോഴിക്കോട് കൊണ്ടിട്ട് അങ്ങനെ അത് പോയി. ഇത് 2ാമത്തെ ദിവസം. 2ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകാര് പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി. നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ ഇൻഷാല്ലാഹ് ഇവിടുന്നുണ്ട് നമ്മളിന്ന് ഒരു ഭാഗ്യങ്ങൾ ഇവർക്ക് നന്നായി പഠിച്ചൊക്കെ കൊടുക്കട്ടെ. അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ. ഇതാണ് അവസ്ഥ കേട്ടാ. ബ്യൂട്ടിഫുൾ. ഇവരിവിടെ ഇതൊക്കെ ഇറങ്ങി കളിക്കുന്നു. അപ്പോൾ ഗൈസ് ഐ ആം സേയിങ് ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഉറങ്ങാൻ പോണേ. നല്ല രസമുണ്ട്. രാവിലെ വരെ ബലൂൺ ഇങ്ങനെ ഇറങ്ങി കളിക്കും ഇവിടെ. ഒറ്റക്കാണ്ട് ചെയ്യാ സെറ്റ്.